10 ഡേ വൊക്കാബുലറി ചലഞ്ച് എന്ന് പറയുന്ന നമ്മളുടെ ഈ സീരീസിലെ 5th പാർട്ടാണിത്. ഇവിടെ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്നത് സിംഗുലറും പ്ലൂറലും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഈ മോക്ക് ടെസ്റ്റിലും 20 ചോദ്യങ്ങളാണുള്ളത്. ഈ 20 ചോദ്യങ്ങളിൽ 18 മാർക്ക് വാങ്ങിക്കുന്നവർ തീർച്ചയായിട്ടും ഈ സിംഗുലർ പ്ലൂറൽ എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ചൊന്ന് നോക്കിയാൽ മതി. മൊത്തത്തിലൊന്ന് നോക്കി പോവുക, കാരണം നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്യും. എന്നാൽ 18-ൽ താഴെയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ, പ്രത്യേകിച്ചൊരു 15-12 താഴെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്ക് നല്ലതുപോലെ പഠിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഗിവൻ ദ പ്ലൂറൽ വേർഡ് ബ്രദറൻ. അതായത് ബ്രദറൻ എന്ന് പറയുന്ന ഒരു പ്ലൂറൽ വേർഡ് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ഇറ്റ്സ് സിംഗുലർ വേർഡ്. നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സിംഗുലർ വേർഡ് ഐഡന്റിഫൈ ചെയ്യണം ഈ തന്നിരിക്കുന്ന ആൾട്ടർനേറ്റീവ്സിൽ. അപ്പം ബ്രദറൻ എന്ന് പറയുന്ന പ്ലൂറൽ ആണ്, അത് നമുക്കറിയാം. എന്തിന്റെ പ്ലൂറൽ ആണ്? അതായത് ബ്രദറിന്റെ സിംഗുലർ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ബ്രദർ ഉണ്ട്, ബ്രീത്ത് ഉണ്ട്, ബിയർ ഉണ്ട്, ബെർത്ത് ഉണ്ട്. ഏതായിരിക്കും? നിങ്ങളുടെ ആൻസർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഓരോന്നിന്റെയും ആൻസർ പറയുമ്പോൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക, നമ്മുടെ കറക്റ്റ് ആൻസർ ആണോ എന്ന്. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അല്ലാത്തത് നമുക്ക് പുതുതായി പഠിക്കാം. അതൊക്കെ ബ്രദർ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം നോക്കേണ്ടത് നൗൺ ഫോംസ്. എന്തിനാണ് സിംഗുലറും പ്ലൂറലും ഉള്ളത്? നൗൺ ഫോംസിനാണ് സിംഗുലറും പ്ലൂറലും ഉള്ളത്. അപ്പൊ ഈ തന്നിരിക്കകത്ത് നൗൺ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? ബ്രദർ, ബ്രീത്ത്, ബിയർ, ബെർത്ത്, ഇതെല്ലാം നൗൺ ഫോംസ്. ബ്രീത്തിന് നമുക്ക് വെർബ് ഫോമും ഉണ്ട്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഇതിന്റെ സിംഗുലർ ആയിട്ട് വരിക? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബ്രദർ ആണ്. ബ്രദർ നമുക്ക് ബ്രദേഴ്സ് എന്നും പറയാം, പിന്നെ എങ്ങനെയും പറയാം, ബ്രദറൻ എന്നും പറയാം. ഓക്കെ, ബ്രദർ എന്നുള്ളതിന്റെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന പ്ലൂറൽ ഫോം എങ്ങനെയാണ്? ബ്രദേഴ്സ്. ഒരു എസ് ഇട്ട് കൊടുത്ത് നമ്മൾ ബ്രദേഴ്സ് എന്ന് പറയും. അത് കൂടാതെ അതിന് വേറൊരു പ്ലൂറൽ ഫോമും ഉണ്ട്. ഏതാണ്? ബ്രദറൻ. ബ്രദറൻ എന്ന് പറയുന്ന പ്ലൂറലിന്റെ സിംഗുലർ എന്താണ്? ബ്രദർ ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, ഫോട്ടോ. ഈ ഫോട്ടോ ഇവിടെ സിംഗുലർ ആണ് തന്നിരിക്കുന്നത്, അതിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോട്ടോ. ഫോട്ടോയുടെ പ്ലൂറൽ ഫോം എന്ത്? ഫോട്ടോസ് എന്നാണോ, ഫോട്ടം എന്നാണോ, ഫോട്ടോസ് ആണോ, ഫോട്ടസ് ആണോ? ഏതായിരിക്കും? നമ്മുടെ സംശയം ഫോട്ടോയുടെ കൂടെ ES ആണോ അതോ S ആണോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. എന്തായാലും ഫോട്ടവും ESSും വരത്തില്ലെന്ന് നമുക്കറിയാം. നമ്മളെ കൺഫ്യൂഷൻ ആക്കുക, നമ്മളെന്ന് വെച്ചാൽ ചിലരെങ്കിലും കൺഫ്യൂഷൻ ആക്കും. ഫോട്ടോസ് ആണോ, ഈ ഫോട്ടോസ് ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ESന്റെ ആവശ്യമില്ല, ഒരു S അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ C എന്ന് പറയുന്ന ഓപ്ഷനാണ്, ഫോട്ടോസ്. ഇനി അടുത്ത ചോദ്യം നോക്കുക, ഐഡന്റിഫൈ ദ നൗൺ യൂസ്ഡ് ബോത്ത് ഫോർ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോം. അതായത് ഇവിടെ തന്നിരിക്കുന്ന നൗൺസ് ആണ്. ഇതിൽ ഏത് നൗൺ ആണ് നമുക്ക് സിംഗുലറും പ്ലൂറലുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? അതായത് സിംഗുലറും പ്ലൂറലും ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഏത് നൗൺ ആണ് ഇവിടെ ഉള്ളത്? അങ്ങനെ ചില നൗൺ ഉണ്ട്. ഷീപ്പ്, ഇവിടെ ഷീപ്പ് ഉണ്ട്. ഷീപ്പാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതുപോലെ ഫിഷ്. ഫിഷിന് നമ്മൾ സിംഗുലറും പ്ലൂറലും ഫിഷ് എന്നേ പറയത്തു. ഓക്കെ, ഐഡന്റിഫൈ ദ നൗൺ യൂസ്ഡ് ബോത്ത് ഫോർ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോം. ഏതാണ്? ഷീപ്പാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, ഇഫ് ലൈവ്സ് ഈസ് പ്ലൂറൽ ഫോം ഓഫ് നൗൺ then what is its singular form? നമുക്ക് ഈ LIVES നമുക്ക് രണ്ട് രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാം.
എങ്ങനെയാ? ഒന്ന് ലീവ്സ് എന്നും ഒന്ന് ലൈവ്സ് എന്നും. നമ്മൾ ലീവ്സ് എന്ന് പറയുവാണെങ്കിൽ അതെന്തായിരിക്കും? വെർബ് ഫോമാണ്. ലൈവ്സ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? നൗൺ ഫോമാണ്. ഒപ്പം അതെന്തുമായിരിക്കും? പ്ലൂറലും ആയിരിക്കും. അപ്പൊ ഇവിടെ പ്ലൂറൽ ഫോം എന്ന് പറയുമ്പോൾ ഇവിടെ നൗൺ എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെ ആയിരിക്കണം? ലൈവ്സ് എന്നായിരിക്കണം പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പൊ ലൈവ്സ് എന്ന് പ്ലൂറൽ ഫോം ആണെങ്കിൽ അതിന്റെ സിംഗുലർ ഫോം എന്താണ്? ഏതായിരിക്കും? ഈ ലീവ് ആണോ അതോ ലൈഫ് ആണോ ലൈവ്ലി ആണോ? നൺ ഓഫ് ദ എബോവ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നൗൺ ഫോം ഇതിനകത്ത് ഏതൊക്കെയാണ് നൗൺ ഫോം എന്നുള്ളത് കണ്ടെത്തുക. കാരണം നൗൺ ഫോമിനാണ് സിംഗുലറും പ്ലൂറലും ഉള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് നൗൺ ഫോമിലുള്ളത് ഏതൊക്കെയാ? ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നൗൺ ഫോം. ഇത് വെർബ് ഫോമാണ്. ഇതോ ലൈവ്ലി എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ഫോമാണ്. അപ്പൊ നൗൺ ഫോം ആയിട്ടുള്ളത് ഈ ലൈഫാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതാണ് സിംഗുലർ ഫോം. ഇതിന്റെ പ്ലൂറൽ ഫോം ആണ് ലൈഫ്സ്. ഓക്കെ. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ പറയുന്ന ലൈഫ് എന്ന് പറയുന്ന ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഓൺ ദ ബേസിസ് ഓഫ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലർ പ്ലൂറൽ എന്ന അടിസ്ഥാനത്തിൽ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് ഏതിനെയാണ് ഔട്ടാക്കാൻ പറ്റുക? അല്ലേ? ഏതായിരിക്കും? ഇവിടെ നോക്കുമ്പോൾ മീസൽസ്, മംസ്, റിക്കറ്റ്സ്. അതായത് ചോദ്യം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് സിംഗുലറും പ്ലൂറലും ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഏത്? അങ്ങനെ ഒരെണ്ണം മാത്രമേ നിൽപ്പുള്ളൂ. സിംഗുലറും പ്ലൂറലായിട്ട് നമുക്ക് അല്ലെങ്കിൽ സിംഗുലർ പ്ലൂറൽ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. അത് ഏത്? നമുക്ക് മീസൽസ് എന്ന് പറയുമ്പോൾ അത് നൗൺ ഫോം ആണ്. പക്ഷേ മംസും നൗൺ ഫോം ആണ്, റിക്കറ്റ്സും നൗൺ ആണ്. പക്ഷെ ഇത് അസുഖങ്ങളുടെ പേരാണ്. ഇതൊരിക്കലും പ്ലൂറൽ ഫോം അല്ല മീസൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു അസുഖം, ആ അസുഖത്തിന്റെ പേരിന് എന്തില്ല? സിംഗുലറോ പ്ലൂറലോ ഇല്ല. ഇപ്പൊ നമ്മൾ കോവിഡിന്റെ പ്ലൂറൽ ഫോം എന്തെന്ന് ആരെങ്കിലും ചോദിക്കത്തില്ല. ആരും ചോദിക്കത്തില്ല. അപ്പോൾ അതായത് കോവിഡ് സിംഗുലർ, അങ്ങനെ കോവിഡ്സ് എന്ന് പറയാൻ പ്ലൂറൽ എന്നൊരു അർത്ഥം അതിനില്ല. കോവിഡ് അസുഖത്തിന്റെ പേരാ. അസുഖത്തിന്റെ പേരുകൾക്ക് അങ്ങനെ സിംഗുലർ പ്ലൂറൽ എന്ന് പറയുന്ന സംഭവമില്ല. എന്നാൽ അങ്ങനെ ഉള്ളത് ഏതാ? സ്പെക്ടക്കിൾസ് എന്ന് പറയുന്നതിന് സിംഗുലറും പ്ലൂറലും ഉണ്ട്. അല്ലെ? അപ്പൊ ഇതിനകത്ത് ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നത് ഈ സ്പെക്ടക്കിൾസ് എന്ന് പറയുന്ന വാക്ക്. കാരണം എന്താ? ഇത് സിംഗുലറും പ്ലൂറലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വേർഡാണ് സ്പെക്ടക്കിൾസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഡിസീസിന്റെ നെയിമാണ്. ഇവയ്ക്കൊന്നും എന്തില്ല? സിംഗുലറോ പ്ലൂറലോ ഇല്ല. മീസിൽസ്, മംസ്, റിക്കറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ചൂസ് ദ പ്ലൂറൽ ഓഫ് ദ വേർഡ് ഗിവൺ ബിലോ. മൗസ് എന്ന് പറയുന്ന വാക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ പ്ലൂറലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മൗസ് സിംഗുലർ ആണ് നമുക്ക് മനസ്സിലായി. ഏതായിരിക്കും? മൈസ് ആണോ, മൗസസ് ആണോ, മൗസസ് ആണോ, അതോ നൺ ഓഫ് ദീസ് ആണോ? ഇതേതായിരിക്കും കറക്റ്റ്? ഏതായിരിക്കും? എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. മൈസ് ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മൗസ്, അതുപോലെ തന്നെ ലൗസ്, LOUSE ലൗസ്. ഇവയുടെയൊക്കെ പ്ലൂറൽ വരാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ OUSE അങ്ങ് മാറ്റുക. അതായത് ആദ്യത്തെ അക്ഷരം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവയെ മാറ്റിയിട്ട് അവിടെ നമ്മൾ ICE എന്ന് ചേർക്കുക. അപ്പൊ മൗസിന്റെ മൈസും ലൗസിന്റെ എന്തായിരിക്കും? ലൈസ് ആയിരിക്കും. LICE ലൈസ്. ഓക്കെ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഗീവ് പ്ലൂറൽ ഫോം ഓഫ് മാൻ സെർവൻറ്റ്. മാൻ സെർവൻറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. മാൻ സെർവൻറ്റ്. ഇതൊരു ആവർത്തനം എന്ന രീതി വന്നിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ. മാൻ സെർവൻറ്റ്. മാൻ സെർവൻറ്റ് എന്നുള്ളതിന്റെ പ്ലൂറൽ ഫോം എന്തായിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചില കോമ്പൗണ്ട് നൗൺസ് ഉണ്ട്. ഇവിടെ ഒക്കെ ഒരു കോമ്പൗണ്ട് നൗൺ ആണ്. കാരണം എന്താ? രണ്ടോ അതിൽ കൂടുതൽ നൗണുകൾ ചേർന്ന് നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറയും.
ഇവിടെ നോക്കാം മാൻ ഒരു നൗണാണ്, സെർവൻറ്റും വേറൊരു നൗണാണ്. പക്ഷെ ഇവ ഒന്നിച്ച് നിൽക്കുമ്പോൾ വേറെ ഒരു അർത്ഥമായി മാറുന്നു. അങ്ങനെ വരുന്ന നമ്മൾ കോമ്പൗണ്ട് നൗൺസ് എന്ന് പറയും. അങ്ങനെ ചില കോമ്പൗണ്ട് നൗണുകൾ സിംഗുലർ പ്ലൂറലും ആക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ കോമ്പൗണ്ട് നൗൺസിന്റെ സിംഗുലറും പ്ലൂറലും ചോദിക്കുമ്പോൾ, നമ്മളങ്ങനെ പ്ലൂറൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചില സന്ദർഭങ്ങളിൽ ഈ പറയുന്ന രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്ലൂറലാക്കി പറയേണ്ടി വരും. അങ്ങനെ നമ്മൾ ഇവിടെ ഈ പറയുന്ന വാക്കുകൾ, ഈ വാക്കുകളുടെ പ്രത്യേകത എന്താ? ഇതിനെ നമ്മൾ പ്ലൂറൽ ആക്കുമ്പോൾ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? പ്ലൂറൽ ഫോമിലേക്ക് മാറ്റും. അപ്പൊ മാൻ സെർവൻറ്റ് എന്നുള്ളതിന്റെ കറക്റ്റ് പ്ലൂറൽ ഫോം എന്തായിരിക്കും? മെൻ സെർവൻസ് എന്നാണ്. മെൻ സെർവൻസ്. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. മെൻ സെർവൻസ്. സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഗീവ് പ്ലൂറൽ ഫോം ഓഫ് ബ്രദർ ഇൻ ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഇൻ ലോ എന്നൊക്കെ വരും. അവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്തായിരിക്കും? അവിടെ എപ്പോഴും ഈ ഇൻ ലോ എന്ന് പറയുന്ന ഭാഗത്തെ നമ്മൾ ഒരിക്കലും പ്ലൂറൽ ഫോം ആക്കാൻ നിൽക്കരുത്. നമ്മൾ ഈ പറയുന്ന ആദ്യം വരുന്ന ഇപ്പം ബ്രദർ ഇൻ ലോ, സൺ ഇൻ ലോ, അല്ലെ, സിസ്റ്റർ ഇൻ ലോ എന്നൊക്കെ വരുമല്ലോ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആദ്യത്തെ സംഭവം ഉണ്ടല്ലോ, അതിനെയായിരിക്കണം നമ്മൾ പ്ലൂറൽ ഫോമിലേക്ക് മാറ്റേണ്ടത്. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബ്രദേഴ്സ് ഇൻ ലോ എന്നുള്ളതാണ്. പലരും ഇങ്ങനെ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്, ബ്രദർ ഇൻ ലോസ് എന്നൊക്കെ എഴുതി വെക്കും. അത് തെറ്റാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നോക്കുക, ഗീവ് പ്ലൂറൽ ഫോം ഓഫ് റേഷ്യോ. റേഷ്യോയുടെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളില്ല ഫോട്ടോ ചോദിച്ചതിൻ്റെ കണക്ക് നമുക്ക് ഇവിടെ സ്വയം സംശയം, ഒരു എസ് മാത്രം ചേർത്താൽ മതിയോ അതിനുശേഷം ES ചേർക്കണോ എന്നുള്ളതായിരിക്കും നമ്മുടെ സംശയമായിട്ട് നമുക്ക് തോന്നുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെയും ഫോട്ടോയുടെ കണക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു എസ് അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്, റേഷ്യോസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഗീവ് ദ പ്ലൂറൽ ഫോം ഓഫ് ടെർമിനസ്. ടെർമിനസ് എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെർമിനസസ്, ടെർമിനസ്, ടെർമിനി, ടെർമിനസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ? നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നിട്ടുണ്ടാവും. നമുക്ക് ഒരു ക്വസ്റ്റ്യന് ഇത്രയും പോലും സമയം നമുക്ക് കൊടുക്കാനില്ല. കാണുക, ക്വസ്റ്റ്യൻ കാണുക, അപ്പോഴേ നമ്മുടെ ആൻസർ നമ്മുടെ മനസ്സിലേക്ക് തെളിയുക. അതായിരിക്കണം, ആ രീതി ആയിരിക്കണം നമ്മുടെ പഠന രീതി. അല്ലാതെ ഒരിക്കലും ഓപ്ഷനെ വെച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കരുത്. അതായത് നമ്മൾ ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആൻസർ തെളിയണം. ആ തരത്തിലായിരിക്കണം നമ്മൾ ഏത് പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു അവ്യക്തമായി പഠിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഡിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓപ്ഷൻ കണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കൺഫ്യൂഷൻ ആവും. അതാണോ ഇതാണോ എന്ന് ശരിയെ നമുക്ക് തോന്നും. കൺഫ്യൂസ്ഡായി നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും നമ്മൾ കറപ്പിക്കും, പക്ഷെ അത് തെറ്റുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആൻസർ തെളിയുക. അതാണ് നമ്മുടെ കറക്റ്റ് പഠന രീതി എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്ക് തന്നെ കാണുമ്പോൾ, ടെർമിനസ് എന്ന് പറയുന്ന വാക്ക് കാണുമ്പോൾ സിംഗുലർ പ്ലൂറലും നമ്മൾ ചില റൂളിനെ വെച്ചാണ് പഠിക്കേണ്ടത്. ഇവിടെ നോക്കുക, ഈ വാക്ക് US അവസാനിപ്പിക്കും, അല്ലെങ്കിൽ NUS എന്ന രീതിയിൽ അവസാനിക്കുന്ന വാക്ക്, അല്ലെങ്കിൽ US അവസാനിക്കുന്ന വാക്ക്, അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ അതിന്റെ പ്ലൂറൽ ഫോം എഴുതാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ US സ്ഥാനത്ത് ഒരു I ഇട്ട് കൊടുത്താൽ അപ്പൊ അത് പ്ലൂറൽ ആയിരിക്കും. അപ്പൊ ടെർമിനസ്, അപ്പൊ അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? ടെർമിനി. ആ US മാറ്റി നമ്മളിവിടെ I കൊടുത്തു, ടെർമിനി. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഗീവ് പ്ലൂറൽ ഫോം ഓഫ് ഗ്രീഫ്. ഗ്രീഫ് എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം. ഗ്രീഫ്സ് ആണോ, ഗ്രീവ്സ് ആണോ, ഗ്രീഫസ് ആണോ, ഗ്രീഫാണോ, ഏതായിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട ചില വാക്കുകൾ, അതായത് F അവസാനിക്കുന്ന വാക്കുകൾ, ആ വാക്കുകളുടെ പ്ലൂറൽ ഫോം നമ്മൾ ആക്കുന്നത് ചിലപ്പോൾ S മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ Fന് ശേഷം S ആഡ് ചെയ്ത് കൊടുത്താൽ പ്ലൂറൽ ഫോം ആകും. അല്ലെങ്കിൽ
വേറെ രീതി നമുക്ക് പ്ലൂറൽ ഫോം ആക്കാം. എങ്ങനെ? ആ എഫിനെ മാറ്റിയിട്ട് ആ എഫിന്റെ സ്ഥാനത്ത് VES എന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഉദാഹരണത്തിന് വൈഫ് എന്ന് വരുമ്പോൾ അതിന്റെ പ്ലൂറൽ ഫോം എങ്ങനെ ആയിരിക്കും? ഈ FE അല്ലെ, അതിനെ മാറ്റി അല്ലെങ്കിൽ എഫ് വരേണ്ട സ്ഥാനത്ത് നമ്മൾ വി കൊടുക്കുക, എന്നിട്ട് എന്നിട്ട് എസ്. അപ്പൊ വൈഫ്സ് എന്ന് വരും അല്ലെ, വൈഫ്സ്. അല്ല വോൾഫ് എന്ന് പറയുന്ന വാക്ക്, വോൾഫ്, WOLF, വോൾഫ്, LF. നമ്മൾ എന്താണ് ഈ എഫ് മാറ്റി ആ സ്ഥാനത്ത് VES എന്ന് കൊടുക്കുമ്പോൾ പ്ലൂറലാവും. അങ്ങനെ ഉണ്ട്. എന്നാൽ ചില വാക്കുകൾ ഇതേപോലെ എഫിന് ശേഷം എസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്ലൂറലാവും. ഇവിടെ ഇത് ഏത് തരത്തിലുള്ളതാണ്? അല്ലെ, VES ആണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എഴുതും. ഈ ഒരു എസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് എഴുതും. ഇതിനകത്ത് ഏതായിരിക്കും വരിക? ഇതിനകത്ത് ഏതിൽ ഒന്നേ വരത്തുള്ളൂ നമുക്കറിയാം. അതിലേതായിരിക്കും അങ്ങനെ വരിക? അപ്പൊ ഇത്തരത്തിൽ കൺഫ്യൂഷനായി നിൽക്കുമ്പോൾ അവിടെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു എളുപ്പ മാർഗമുണ്ട്. പക്ഷെ അത് എല്ലായ്പ്പോഴും നമുക്ക് ആപ്ലിക്കബിൾ ആകണമെന്ന് ഇല്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഈ പറയുന്ന രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞു. ഒന്നേതാ? വൈഫ്. വൈഫ്. അത് വേറൊരെണ്ണം ഞാൻ പറഞ്ഞു, വോൾഫ്. ഓക്കെ, വൈഫും വോൾഫ്. ഇനി വേറൊരെണ്ണമുണ്ട്, ചീഫ്. ചീഫ്, വൈഫ്, വോൾഫ്. ഇവിടെ ഗ്രീഫ്, ഈ ഗ്രീഫ് ഞാൻ എഴുതി വെക്കുക, ഗ്രീഫ്. ഇവിടെ ഞാൻ പറഞ്ഞു വൈഫും വോൾഫും പറഞ്ഞപ്പോൾ അതിന്റെ പ്ലൂറൽ ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം? ഈ വൈഫിന്റെ എഫിനെ മാറ്റി അവിടെ വി കൊടുക്കുക, എന്നിട്ട് ഈ വോൾഫിന്റെ എഫിനെ മാറ്റി ആ എഫ് മാറ്റിയിട്ട് അവിടെ VES എന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പറഞ്ഞല്ലോ. എന്നാൽ നമുക്ക് ഈ ചീഫിനകത്തും ഗ്രീഫിനകത്തും അത് പറ്റത്തില്ല. ഇവിടെ നമുക്ക് എസ് ആഡ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ എളുപ്പമാർഗം ഉണ്ടെന്ന് പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞത് ഈ എഫിന് തൊട്ടു മുമ്പ് ഇ വരികയാണ്. എഫിന് തൊട്ടു മുമ്പ് ഇ എന്ന് വരുന്നെങ്കിൽ, എഫിന് തൊട്ടു മുമ്പ് ഇ വരിക. അപ്പൊ ചീഫിനകത്ത് ഇ ആണ്, അതേപോലെ എഫിന് മുമ്പ് ഗ്രീഫിനകത്തും വന്നിരിക്കുന്നത് ഇ ആണ്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ മിക്കപ്പോഴും നമ്മൾ എന്താ ചെയ്യത്തുള്ളൂ? ഈ എസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ശരിയായിക്കോളും. ഓക്കെ, അങ്ങനെയാണ്. എന്നാൽ ഈ ഇക്ക് പകരം അയ്യോ ഓയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ എഫ് മാറ്റിയിട്ട് VES എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് പൊതുവേ ഉള്ള ഒരു റൂൾ. അത് എല്ലായ്പ്പോഴും ആപ്ലിക്കബിൾ ആവണമെന്ന് ഇല്ല. അങ്ങനെ ഒരു മുൻകൂട്ടി ഇവിടെ ഞാൻ പറഞ്ഞു തരികയാണ്. എന്നാലും ഇത്തരത്തിൽ ഓർക്കുക, ചീഫ്, ഗ്രീഫ് എന്നൊക്കെ വരുമ്പോൾ ലീഫിന് പറ്റത്തില്ല. ലീഫിന്റെ പ്രശ്നം എന്തോ? അവിടെ എ ആണ് വന്നിരിക്കുന്നത്. ലീഫ് എന്ന് വരുമ്പോൾ LEAF, ലീഫ്. അവിടെ എ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എഫ് മാറി VES എന്നാണ്, ലീവ്സ്. നമ്മൾ നോക്കിയാൽ എഫിന് തൊട്ട് മുമ്പ് ഇ വന്നെങ്കിൽ മിക്കപ്പോഴും നമ്മൾ എസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ അല്ലാതെ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? VES എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഇവിടെ ഗ്രീഫാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ എന്താ? ഗ്രീഫ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എടുത്തൊക്കെ ഫിഷ്. ഗീവ് പ്ലൂറൽ ഫോം ഓഫ് ഫിഷ്. ഫിഷിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചത്. ഫിഷ് ആണ്, ഫിഷ് ആണ്, ഫിഷറീസ് ആണ്, ഫിഷസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഷീപ്പിന്റെ കാര്യം, അതുപോലെ ഡിയർ, അതുപോലെ ഫിഷ്. ഇതിനൊക്കെ വരുമ്പോൾ അതിന്റെ പ്ലൂറലും സിംഗുലറും എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ ഫിഷിന്റെ പ്ലൂറൽ ഫോം എന്ത് തന്നെയായിരിക്കും? ഫിഷ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പ്ലൂറൽ വേർഡ് ഓഫ് നൈഫ്. നൈഫ് നമ്മൾ പറഞ്ഞ ഇഫ് വന്നിട്ടുണ്ട്. മുമ്പേ നമ്മൾ മനസ്സിലാക്കിയൊരു പെട്ടെന്ന് ഇത് ആൻസർ എഴുതും. നൈഫ്. നമുക്ക് എഫിന്റെ തൊട്ട് മുമ്പിൽ ഐ ആണ് വന്നിരിക്കുന്നത്. എന്തിനെ പോലെ? വൈഫ് എന്ന് പറഞ്ഞതുപോലെ അല്ലെ, ഐ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എഫ് മാറ്റി ബി ആക്കുക, എന്നിട്ട് ES. അപ്പോൾ നൈഫ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ, നൈഫ്സ്. അടുത്തത് ആൽഗ. ഇതൊരു റൂളുണ്ട്.
അതിനെ ബേസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ പ്ലൂറൽ ഫോം എഴുതാൻ പറ്റത്തുള്ളൂ. ഗീവ് പ്ലൂറൽ ഫോം ഓഫ് ആൽഗ. അടിസ്ഥാനം മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു US അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഐ എന്ന് കൊടുക്കണം ആ സ്ഥാനത്ത് പ്ലൂറൽ ആക്കാൻ വേണ്ടി. അതേപോലെ ഇവിടെ നോക്കുമ്പോൾ എയിലാണ് അവസാനിക്കുന്നത്. അങ്ങനെ എയിൽ അവസാനിക്കുന്ന വാക്കുകൾ വരുന്ന സമയത്ത് അതിന്റെ പ്ലൂറൽ ഫോം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ എക്ക് ശേഷം ഒരു ഇ ആഡ് ചെയ്ത് ചെയ്യണം. അതുപോലെ SIS അവസാനിക്കുന്ന വാക്കുകളുണ്ട്. SIS അവസാനിക്കുന്ന വാക്ക്. അങ്ങനെ വരുന്ന വാക്കുകളുടെ പ്ലൂറൽ പറയുമ്പോൾ ഈ ഐക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇ കൊടുക്കണം. SES. അതുപോലെ UM അവസാനിക്കുന്ന വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ പ്ലൂറൽ ചോദിക്കുമ്പോൾ ഈ UM മാറ്റിയിട്ട് അവിടെ നമ്മൾ A കൊടുക്കുക, ആ സ്ഥാനത്ത് A കൊടുക്കുക. ഇങ്ങനെ കുറെ ബേസിക് റൂൾസ് നമുക്ക് സിംഗുലറും പ്ലൂറലുമായിട്ട് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളിൽ ഓൾറെഡി പറഞ്ഞുള്ളതാണ്. നമ്മുടെ ഓൺലൈൻ കോഴ്സിലും നമ്മൾ ഈ പറയുന്ന സിംഗുലർ പ്ലൂറൽ പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഓൺലൈൻ കോഴ്സ് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എയിൽ അവസാനിക്കുന്ന വാക്കാണ് ആൽഗ. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ആ എക്ക് ശേഷം നമ്മൾ ഇ കൊടുക്കുക. അപ്പൊ ഇതാണ് ആൽഗെ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ഫോർമുല എന്ന് വരുമ്പോൾ ആ എക്ക് ശേഷം നമ്മൾ ഇ കൊടുക്കുമ്പോൾ ഫോർമുലേ എന്ന് വരും. ഓക്കെ, ഈ പ്ലൂറൽ ഫോം ഓഫ് ആൽഗെ. അടുത്ത ചോദ്യം നോക്കുക. ഈ പ്ലൂറൽ ഫോം ഓഫ് ഡാറ്റം എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതേപോലെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് UM അവസാനിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ UM അവസാനിക്കുന്ന വാക്കുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ UM മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ A എന്ന് കൊടുക്കുക. അപ്പൊ അതിന്റെ പ്ലൂറലാവും. അപ്പൊ ഇവിടെ ഡേറ്റം, സ്റ്റേഡിയം, അപ്പൊ എല്ലാം അതിന്റെ എല്ലാം UM അവസാനിക്കുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ UM മാറ്റിയിട്ട് അവിടെ A കൊടുക്കുക. അപ്പൊ എന്തായിരിക്കും ഇവിടെ വരിക, D എന്ന് പറയുന്ന ഓപ്ഷൻ, ഡേറ്റ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കുക. വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് അലൂമിനസ്? നമ്മൾ പോയി പറഞ്ഞു NUS അല്ലെ, NUS നോക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ NUSന്റെ അകത്ത് US മാറ്റിയിട്ട് അവിടെ I എന്ന് കൊടുക്കും. അപ്പോൾ പ്ലൂറലാണ്. അലൂമിനസ് വരും, അലൂമിനി. നോക്കുക, D എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ, അലൂമിനി. അടുത്ത ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ആന്റിന? ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് മനസ്സിലാക്കിയവർക്ക് ഇതിന്റെ ആൻസർ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നില്ല, ഇവിടെ ഒരു ബേസിക് റൂൾ ഉണ്ട്. ആന്റിന, അപ്പൊ ആന്റിനാസ്, ആന്റണി, ആന്റനേസ്, ആന്റണി. ഇതിനകത്ത് ഏതായിരിക്കും? നമ്മൾ പറഞ്ഞു ആൽഗ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ചില വാക്കുകൾ എയിൽ അവസാനിക്കും. അങ്ങനെയുള്ളതിന്റെ പ്ലൂറൽ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം ഒരു ഇ കൊടുക്കുക. ഇപ്പൊ ഇവിടെ ആന്റിന എന്ന് വരുമ്പോൾ ഇതാണ് കറക്റ്റ് D എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പ്ലൂറൽ ഓഫ് വൈഫ്. വൈഫ് എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നു. F തൊട്ടുമ്പോൾ I ആണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് അവിടെ VES എന്ന് പറയാം. അതിന് മുമ്പ് E ആയിരുന്നെങ്കിൽ നമുക്ക് Fന് ശേഷം S ആഡ് ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ വൈഫ്സ് എന്ന് വരണം. ഇതാണ് കറക്റ്റ് D. അടുത്ത് നോക്കുക. ഗിവ് ദ പ്ലൂറൽ ഓഫ് വിറ്റ. വിറ്റ എന്ന് പറയുന്ന വാക്ക്, ഇത് നമ്മൾ ഓൾറെഡി അതിന്റെ ബേസിക് റൂള് പറഞ്ഞു തന്നു. വിറ്റ എന്ന് വരുമ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അവസാനം എയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ ഫോം ചോദിക്കുമ്പോൾ AE. അതുപോലെ തിരിച്ച് പ്ലൂറൽ തന്നിട്ട് സിംഗുലർ ആക്കാൻ പറയും. ഇപ്പൊ വിറ്റ എന്നത് എന്നിട്ട് അതിന്റെ സിംഗുലർ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ അങ്ങ് മാറ്റിയാൽ മതി. ഇപ്പൊ വിറ്റ എന്നാവും. ഇവിടെ കറക്റ്റ് ആൻസർ വിറ്റേ, പ്ലൂറലാണ് ചോദിച്ചത്. ഇനി അടുത്ത് നോക്കുക. ഗീവ് ദ പ്ലൂറൽ ഫോം ഓഫ് ടെമ്പോ. ടെമ്പി എന്നാണ് ടെമ്പി. ഇതിനകത്ത് എത്ര മാർക്ക് കിട്ടി നിങ്ങൾക്ക് എന്നുള്ളത് രേഖപ്പെടുത്തുക. 18 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, 18ഓ അതിൽ കൂടുതലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന സിംഗുലർ ആൻഡ് പ്ലൂറലിൽ നിന്ന് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അതിൽ താഴെയുള്ളവർ നല്ലതുപോലെ ഉള്ള സമയം നല്ലതുപോലെ പഠിച്ച്
ഈ ടോപ്പിക്ക് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞു തന്ന ആ ബേസിക് റൂൾസൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് അടിച്ചിട്ട് ആ ഭാഗം കേട്ട് എഴുതി വെക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ഇനി വരുന്ന പരീക്ഷകൾക്കായി. അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.